മാഗി ക്യൂബാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പിടി മല്ലിച്ചപ്പാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു 7 അല്ലി, കുരുമുളക് 1/4 ടീസ്പൂണ്, ഒരു 6 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഒരു സവാളയുടെ പകുതി രണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത്. പിന്നെ തക്കാളി പകുതി, പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ് കേട്ടോ. അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ്റെ കൂടെയാണ് കേട്ടോ ഇട്ട് കൊടുക്കണം. ചിക്കൻ്റെ കൂടെ എല്ലാ ചിക്കൻ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ മഞ്ഞളും ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ അത്. ചിക്കനെ ഞാനിതൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ചിക്കൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒരു 5-6 പീസ് എല്ലോട് കൂടിയുള്ള ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ സമയം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അതിൽ കടന്നൊന്ന് അതിൻ്റെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് എല്ലാം പാടെ അതിലൊന്ന് മിക്സായി കിട്ടാൻ 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ടല്ലേ മേടിച്ചിട്ട് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മളവിടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റണം. അത് വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ഈ മാഗി ക്യൂബിനും ഉണ്ടാവും. പിന്നെ ഉപ്പ് നമ്മളുടെ ആവശ്യാനുസരണം ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉപ്പിട്ടിട്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉപ്പുണ്ട്. അപ്പോൾ അതാ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാ ചൂടാറിയിട്ട് നമ്മൾ മിക്സിയിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇട്ടിട്ടുള്ള ഗ്രാമ്പും പട്ടയും അതിൽ നിന്ന് മാറ്റി കൊടുക്കണം. അത് ഇതിലൂടെ അരച്ചെടുക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിങ്ങനെ കോരിയിടണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു അരിപ്പയിൽ ഇട്ടിട്ട് അരിച്ചെടുത്താൽ പിന്നെ പെട്ടെന്ന് ഒന്നും അതിൽ പെടാതെ തന്നെ കിട്ടും. ഞാൻ അപ്പോൾ അത് ചെയ്യണില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഇതിൽ വെള്ളം പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് കോരിയെടുക്കുമ്പോൾ തന്നെ ആ സ്പൂണിലൊക്കെ കുറേശ്ശെയൊക്കെ കിട്ടും. അപ്പോൾ അത് മാത്രമേ ചേർക്കുള്ളൂ, മറ്റേ വെള്ളം അതിൽ ചേർക്കുന്നില്ല. അതെല്ലാം കൂടി അരച്ചെടുത്തതിന് ശേഷം നമ്മളൊക്കെ പാടെ മിക്സാക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കണമല്ലോ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വെള്ളമാണ് കേട്ടോ അത്. അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അതാ അപ്പം ഞാൻ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മളെ ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് നേരത്തെ അതിലേക്ക് ഒഴിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് പാനിൽ വെക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിൽ ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. നമുക്ക് മൈദ കോൺഫ്ലവർ എന്താണ് അതെല്ലാം ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് ഗോതമ്പ് പൊടി, അത് എലൈറ്റിൻ്റെ പൊടിയാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റുള്ള തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം മിക്സാക്കിയതിൻ്റെ ശേഷം മാത്രമേ സ്റ്റവ് കത്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. ഇത് നമ്മൾ സ്റ്റവ് ഓണാക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇളക്കാതെ ഇരിക്കാൻ പാടില്ല, കട്ട പിടിക്കും പെട്ടെന്ന്. അപ്പോൾ ഇളക്കി തന്നെ നിൽക്കുക.
നന്നായി കുറച്ചൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടിയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കുക കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ തന്നെ ഇളക്കണം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. പിന്നെ ഓയിൽ ചിക്കൻ തിളപ്പിച്ചതിൽ തന്നെ കുറച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കണ ഓയിൽ കമ്മിയാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കുറുക്കി എടുക്കുക കേട്ടോ. കുറേശ്ശെ കുറുകി വന്നിട്ടുണ്ട്. എണ്ണ നന്നായി തെളിഞ്ഞ് വരുന്നില്ല. അപ്പോൾ പാകമാകും. ഒന്ന് ടൈറ്റായി കിട്ടണം. നമുക്കിത് കട്ടായി വരാനുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് ടൈറ്റാക്കി തന്നെ എടുക്കണം. പിന്നെ ഓയിൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളത് എല്ലാം കൂടി ഒന്നിച്ച് ഒരു ഇതിൽ ചേർക്കാത്തതല്ലേ, ഒരു പീസല്ലേ ചേർക്കുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പാകം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ മാറ്റാം കേട്ടോ. ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് മാറ്റിയാൽ മതി. അതാ നന്നായി കുറുകി വരുന്നുണ്ട്. അപ്പോൾ അടി പിടിക്കാതെ ഇളക്കി തന്നെ നിൽക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് തുറത്തിയിട്ടുണ്ട് കേട്ടോ. അതാ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. അതിന് എണ്ണ ഇത്ര വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് മാറ്റി കൊടുത്താൽ മതി. നമ്മൾ പ്ലേറ്റിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ബൗളിലേക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി പിന്നെ നമ്മൾ ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞ് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത് പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റിൽ നമുക്ക് ഫുള്ളില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണം. കുറച്ചുള്ളൂ ഇതിൽ. അപ്പോൾ പിന്നെ ഇതിൽ കട്ട് കമ്മിയായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് ഇതാ നമ്മൾ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതാ അത്ര മറ്റേ പ്ലേറ്റിൽ കൂടുതലായിരുന്നു, പ്ലേറ്റ് വലിപ്പം കൂടി. അപ്പോൾ അതാണ് പാകം. അപ്പോൾ അത് നമ്മൾ ഫ്രീസറിലോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഫ്രീസറിൽ വെച്ച് 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്താണ് കേട്ടോ അത്. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ ക്യൂബ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുവിധം എല്ലാവരും വീട്ടിലും ഉണ്ടാകും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതേക്ക് ബൈ.